ലോകരാജ്യങ്ങൾ ഞെട്ടുന്ന രീതിയിൽ ഇന്ത്യക്കായി ഒരു പുതിയ ഓഫർ മുന്നോട്ട് വച്ചിരിക്കുകയാണ് റഷ്യ എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് പ്രശാന്ത് സാർ. പക്ഷേ ഇതേ വാർത്ത അമേരിക്കയെയും ചൈനയെയും ഒക്കെ ഞെട്ടിക്കുന്നതാണ്. അമേരിക്കയും ചൈനയും ആശങ്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇവരെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന എന്ത് ഓഫറാണ് റഷ്യ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത്? എങ്ങനെ വിലയിരുത്താം? ഇപ്പം ലോകത്ത് ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ട് വരുന്ന രാജ്യങ്ങൾ ഒന്നാമത് നിൽക്കുന്ന അമേരിക്കയാണെന്നാണ് റിപ്പോർട്ട്. അതിനോട് തുലനം ചെയ്യത്തക്ക രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ കൂടെ നിൽക്കുന്ന രാജ്യം തന്നെയാണല്ലോ റഷ്യ. റഷ്യക്കകത്ത് ഉള്ള ആയുധങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ അവരുടെ രഹസ്യ ആയുധങ്ങളെ പറ്റി, അവർ വെളിയിൽ വിടാത്ത ആയുധങ്ങളെ പറ്റി അറിയത്തില്ല. ഉള്ള ആയുധങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പോലും ഒരുപക്ഷെ യുദ്ധം വന്നാൽ സാധിക്കാത്ത ഒരു രാജ്യമാണ്, സൈനിക ബലം കൊണ്ടുള്ള രാജ്യമാണ് ഈ പറയുന്ന റഷ്യ. സാമ്പത്തികമായിട്ട് അമേരിക്ക വളരെ മുമ്പിലായിരിക്കും. പക്ഷേ ഇപ്പം ഈ സിന്ധുവിന് ശേഷമാണ് ഇത് പരസ്യമായി തുടങ്ങിയത്. അല്ലെങ്കിൽ ശേഷം അമേരിക്കയെ ഞെട്ടിക്കുന്ന രീതിയിൽ അമേരിക്ക പല കാര്യങ്ങൾക്കകത്തും ഞങ്ങൾ വേണമെങ്കിൽ തരാം, ഞങ്ങളുടെ നിബന്ധനകൾ ഇന്നൊക്കെയാണെന്ന് പറയുമ്പോൾ റഷ്യ ഒരു നിബന്ധനയും ഇല്ലാതെ റഷ്യൻ ടെക്നോളജിയും റഷ്യയുടെ കയ്യിലിരിക്കുന്ന ഏറ്റവും ആധുനികവുമായിട്ടുള്ള എല്ലാ വിമാനങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ യുദ്ധക്കോപ്പുകൾ ഉൾപ്പെടെ ഇന്ത്യക്ക് തരുന്നതായിട്ടുള്ള രീതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ റഷ്യൻ ഭയങ്കര ഒരു ഓഫർ ഇപ്പൊ ഇന്ത്യക്ക് വെച്ചിരിക്കുകയാണ്. റഷ്യൻ ഭയങ്കര ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറയുന്ന പോലെ 5ാം തലമുറ വിമാനം Su-57 റഷ്യയുടെ, അത് തന്നെ F-35 അമേരിക്കയുടെ ഉണ്ട്. അമേരിക്കയുടെ F-35 നമ്മൾ ഇവിടെ വെച്ചാൽ ഇപ്പം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇവിടെ വന്നിറങ്ങിയ ഒരു വിമാനത്തിന്റെ വിഷയം വെച്ചിട്ട് ഇവിടെ വെച്ച് അതിനെ തല്ലിക്കൊന്ന് ലോകത്തിലെ ഇതിൽ ഏറ്റവും മോശമായിട്ടുള്ള വിമാനമാണെന്നുള്ള രീതിയിലേക്കൊക്കെ ഇപ്പൊ അത് കൊള്ളാമോ എന്നുള്ള രീതിയിൽ ചർച്ച വന്നിട്ട് അതവിടെ നിൽക്കട്ടെ. അപ്പൊ Su-37 അല്ലെങ്കിൽ 57 എന്ന് പറയുന്ന വിമാനത്തിന്റെ സോഴ്സ് കോഡ് ഇന്ത്യക്ക് കൊടുക്കുക, ഇന്ത്യയിൽ വെച്ച് നിർമ്മിച്ചോട്ടെ എന്നുള്ള രീതിയിലേക്ക് റഷ്യ പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നു. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 5ാം തലമുറ വിമാനത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വിമാനമാണ് ഈ പറയുന്നത് പോലെ Su-35 4.5, അതായത് 4ാം തലമുറ വിമാനത്തിന് മുകളിലാണ്. ഇത് നേരത്തെ അവർ ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആ വിമാനവും ഇന്ത്യക്ക് കൊടുക്കാൻ റഷ്യ തയ്യാറാകുന്നു. അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു, അതും കൊടുക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ ധാരണ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. പിന്നെ മൂന്നാമത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബോംബർ വിമാനങ്ങൾ. ഇപ്പൊ ബോംബർ വിമാനങ്ങൾ എന്ന് പറയുന്ന വിമാനങ്ങൾ ഒരുപക്ഷെ റഷ്യക്കും അമേരിക്കയ്ക്കുമാണ് ഉള്ളത്. ഇപ്പം ചൈന റഷ്യയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചൊരു ബോംബർ വിമാനം അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയെന്ന് പറയുന്നു, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പറയുന്നു. അതിൻ്റെ അകത്ത് വ്യക്തതയില്ല. എന്തായാലും അവർ ഉണ്ടാക്കുമായിരിക്കും, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പൊ നമുക്ക് അവർ ബോംബർ വിമാനം തരാൻ ഇതിന്റെ കൂടെ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട് റഷ്യയുടെ ഭാഗത്ത്. അത് Tu-160, ഇത് ലോകത്തെ ഏറ്റവും വലിയ ബോംബർ വിമാനത്തിൽ വരുന്നത്. അത് സൂപ്പർസോണിക് ലോങ് റേഞ്ചർ ബോംബർ വിമാനമാണ്. ഏതാണ്ട് ലോങ് റേഞ്ചർ സൂപ്പർസോണിക് എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്തിൽ അല്ലെങ്കിൽ വളരെ റഡാർ സംവിധാനങ്ങളെയൊക്കെ മറികടന്ന് ഒരുപക്ഷെ കാണാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ബോംബർ വിമാനമാണ് ആ ബോംബർ വിമാനം. അത് ഇന്ത്യക്ക് തരുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ റിയൽ S-400 നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട്. അത് ഒരു തുർക്കിക്ക് കൊടുത്തിട്ടുണ്ട്, ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് സോഴ്സ് കോഡ് തന്നിട്ടുള്ളത് കൊണ്ട് ആ F-400 ഡെവലപ്മെന്റ്സ് ഒരുപക്ഷെ റഷ്യക്ക് പോലും വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നതിനപ്പുറം അത് ഉപയോഗിച്ച് നമ്മൾ അതിന്റെ സോഴ്സ് കോഡ് ഉപയോഗിച്ച് വേറെ ചില മാറ്റങ്ങൾ വരുത്തി പ്രതിരോധ സംവിധാനത്തെ ലോകത്തിനകത്ത് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ആദ്യമായി ഇപ്പൊ S-500 അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്, അവരുടെ കസ്റ്റഡിയിൽ ഉണ്ട്. അത് അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്തു എന്ന് തന്നെ വേണം പറയാൻ. അപ്പം അത്തരത്തിൽ പറയുന്ന S-500 ആദ്യമായിട്ട് നമ്മൾക്ക് തരുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. അത് നേരത്തെ ഒരു ടോക്ക് നമ്മൾ കേട്ടതാണ്. S-500 ഒരുപക്ഷെ ഇന്ത്യക്കോട് കൂടി ഇന്ത്യക്കകത്ത് വെച്ച് കൂടുതൽ നിർമ്മിക്കുന്നതിന് വേണ്ടി. കാരണം അവർക്ക് ഇപ്പൊ യുദ്ധമായതുകൊണ്ട്, അവർക്ക് ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരുടെ ടെക്നോളജീസ് ഒക്കെ ഇന്ത്യക്കകത്ത് കൊണ്ടുവച്ച് അല്ലെങ്കിൽ അവരുടെ ആയുധ നിർമ്മാണം പൂർണ്ണമായിട്ടും ഇന്ത്യയെ കൂടി ഏറ്റെടുപ്പിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു പറയുന്നത്. അപ്പം അതിന്റെ രഹസ്യ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ മൊത്തം വെളിയിൽ വരുന്നില്ല. എന്നാലും അത്തരത്തിലേക്കുള്ള നീക്കങ്ങൾ വളരെ കൃത്യമായിട്ട് നടക്കുന്നു എന്ന് വേണം നമ്മൾക്ക് ഈ പല റിപ്പോർട്ടുകളും പല വാർത്താ കുറിപ്പുകളും അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ചയിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പം S-500 തരാൻ തീരുമാനിക്കുന്നു. ഒരുപക്ഷെ നേരത്തെ അങ്ങനെ നമുക്ക് ഒന്നിച്ച് നിർമ്മിച്ചുകൂടായികോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ റഷ്യയും പോകുന്നു എന്ന് വേണം കരുതാൻ. അപ്പം അതുപോലെ തന്നെ അന്തർവാഹിനി, നമ്മുടെ ഇരിക്കുന്ന അന്തർവാഹിനിയുടെ അറ്റകുറ്റപ്പണി നടത്തിയതിനു ശേഷം അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കത്തക്ക രീതിയിലേക്കുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള
കാലിബർ മിസൈൽ കാലിബർ എന്ന് പറഞ്ഞ കാലിബർ മിസൈൽ എന്ന് പറഞ്ഞ ഒരു മിസൈൽ. ഈ മിസൈൽ 2000 കിലോമീറ്റർ റേഞ്ച് വരുന്ന ഏറ്റവും വലിയ ഒരു മിസൈലാണ്. ആ മിസൈലും നമ്മൾക്ക് തരുന്നതിന് വേണ്ടി റഷ്യ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ റഷ്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു റഡാർ പ്രതിരോധ സംവിധാനമാണ് ഓർണിഷ് റഡാർ പ്രതിരോധ സംവിധാനം. ഇത് നേരത്തെ പറഞ്ഞിരുന്നതാണ്, അതിന് വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷെ ഓർണിഷ് റഡാർ സംവിധാനം ഒരുപക്ഷെ ഇന്ത്യക്ക് തരുന്നതിനും അതിന്റെ കൂടുതൽ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ കൂടുതൽ വലുപ്പത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ സഹായം റഷ്യ തേടുന്നതുമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ വരുമ്പോൾ ഏതാണ്ട് ലോകത്തെ ഞെട്ടിക്കുന്ന രീതിയിലേക്കുള്ള യുദ്ധവിമാനങ്ങളും ബോംബർ വിമാനങ്ങൾ, ഒരുപക്ഷെ 5ാം തലമുറ വിമാനത്തിന്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യക്ക് കൊടുക്കുന്നതിന് വേണ്ടി റഷ്യ തയ്യാറാകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റഡാർ സംവിധാനങ്ങൾ ഇന്ത്യക്ക് കൊടുക്കുന്നു. അതിന്റെ നിർമ്മാണം ഇന്ത്യയിൽ വെച്ച് നടത്തുന്നു. അതായത് ഇന്ത്യയെ ഒരു വലിയ സൈനിക ശക്തി ആക്കി എടുക്കുന്നതിനോടൊപ്പം തന്നെ റഷ്യയും ഇന്ത്യയും കൂടി ഒരുപക്ഷെ ലോകത്ത് ആയുധ വ്യാപാര രംഗത്ത് ഏറ്റവും വലിയ രാജ്യമായിട്ട് നിന്നിരുന്ന അമേരിക്കയും റഷ്യയും ഇപ്പൊ റഷ്യക്ക് ആയുധ വ്യാപാരം നടത്താൻ പ്രാപ്തമാകുന്ന രീതിയിലേക്ക് പഴയതുപോലെ ചെയ്തെടുക്കാൻ നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് യുക്രൈനുമായിട്ടുള്ള യുദ്ധം നിൽക്കുമ്പോൾ അവിടെ ആയുധ വ്യാപാരം ഏതാണ്ട് 80% പഴയതുപോലെ ഇല്ലാത്തൊരവസ്ഥയിൽ ആ ആയുധ വ്യാപാരം അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ആയുധങ്ങൾ ഒരുപക്ഷെ നിർമ്മിക്കാൻ ഇന്ത്യയിലെ കമ്പനികളും ഇന്ത്യയും ഉപയോഗിച്ച് ഇന്ത്യയുമായിട്ട് കൂട്ടുചേർന്ന് പോകുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് പല രാജ്യങ്ങൾക്കും ആയുധം കൊടുക്കുന്ന റഷ്യ, ലോകത്ത് പല രാജ്യങ്ങളും സുഹൃത്തുക്കളായിട്ടുള്ള രാജ്യങ്ങൾക്കും ഇന്ത്യക്ക് കൊടുത്തിട്ടുള്ള അതേ ആയുധങ്ങൾ ഒരുപക്ഷെ കൊടുത്തിട്ടുള്ള റഷ്യ S-400 മാത്രം ഉദാഹരണം എടുത്തു വെച്ച് നോക്കുമ്പോൾ Su-57 പറയുന്ന 5ാം തലമുറ വിമാനത്തിന്റെ ഇപ്പോഴത്തെ കരാറിനകത്ത് അല്ലെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞ കരാർ വെച്ച് നോക്കുമ്പോൾ സോഴ്സ് കോഡുകൾ ഉൾപ്പെടെ ലോകത്ത് ഒരു രാജ്യവും അവരുടെ ടെക്നോളജിയും സോഴ്സ് കോഡുകളും മറ്റൊരു രാജ്യത്തിനും കൈമാറാത്ത അവസ്ഥയിൽ ഇന്ത്യക്ക് വേണ്ടി മാത്രം അതിന് റഷ്യ തയ്യാറാകുന്നു. അതായത് റഷ്യ ഇന്ത്യയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ സൗത്ത് കൊറിയയുടെ ഒരു വിഷയം വന്നപ്പോൾ അപ്പൊ ജപ്പാനും ഈ പറയുന്നത് പോലെ അമേരിക്കയും കൂടെ അവരുടെ ബോർഡറിൽ ഒരു വലിയ സൈനിക അഭ്യാസം നടത്തുകയും അവരുടെ ഈ പറയുന്ന ആണവ നിലയങ്ങൾ കേന്ദ്രീകരിച്ചാണെന്ന് പറയുകയും ഉടനെ റഷ്യ ചാടി ഇറങ്ങി സൗത്ത് കൊറിയയെ തൊട്ടാൽ ഞങ്ങൾ ഇടപെടുമെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകും. അപ്പൊ സൗത്ത് കൊറിയയൊക്കെ ആയിട്ട് ഇന്ത്യക്ക് വളരെ രഹസ്യമായിട്ട് വലിയൊരു സൗഹൃദം ഉണ്ടെന്നാണ് പറയുന്നത്. പരസ്യപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടത്. അപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യക്ക് വേണ്ടപ്പെട്ട ചില രാജ്യങ്ങൾ ഇപ്പൊ ഒരു സൈനിക അഭ്യാസം അവരുടെ ബോർഡറിൽ നടന്നപ്പോൾ സൗത്ത് കൊറിയ എന്തെങ്കിലും ചെയ്താൽ അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുന്നുള്ള രീതിയിലേക്കാണ് റഷ്യയുടെ ഒരു നീക്കവും അല്ലെങ്കിൽ അത്തരത്തിലൊരു പറച്ചിലും ഒക്കെ വന്നത്. അപ്പം ഇന്ത്യയുടെ കൂടെ ഇത്തരത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ എല്ലാത്തിനകത്തും ഇന്ത്യ അവരുടെ ഭാഗമാണെന്ന് അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിനകത്തെ പോലെ കരുതുന്ന റഷ്യ കാണുമ്പോൾ നാളെ കാലത്തെ ഒരു പ്രശ്നം വന്നാൽ, ഇന്ത്യക്ക് ഒരു പ്രശ്നം വന്നാൽ, റഷ്യക്ക് ഒരു പ്രശ്നം വന്നാൽ, റഷ്യക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാ രീതിയിലും സഹായിക്കും, ആര് പറഞ്ഞതൊക്കെയും സഹായിക്കും, ആരെന്ത് തിട്ടൂരം കൊണ്ടുവന്നാലും സഹായിക്കും. അതേ നിലപാടുമായിട്ടാണ് ഇതുവരെ ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അതായത് ഇപ്പോഴത്തെ യുദ്ധത്തിനകത്ത് അവിടുത്തെ എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് GDPക്ക് അകത്ത് ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ രീതി അങ്ങനെ തന്നെയാണ്. അപ്പൊ നാളെ കാലത്ത് അതേ രീതിയിൽ ഇന്ത്യ നിൽക്കുന്നത് കൊണ്ട് ഇന്ത്യക്ക് എന്ത് കൊടുത്തും അല്ലെങ്കിൽ അവർക്ക് എന്ത് സഹായം കൊടുത്തും എന്ത് ആയുധം കൊടുത്തും ഇന്ത്യയെ ബലപ്പെടുത്തി ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നതിന് ഇന്ത്യക്ക് സഹായമാകുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യുന്ന ഒരു റഷ്യക്ക് എന്ത് വിഷയം വന്നാലും ആര് പറഞ്ഞാലും കൂടെ നിൽക്കുന്ന ഒരു ഇന്ത്യയുമാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പം ഈ കൊടുത്തിരിക്കുന്ന ബോംബറുകളും Su-57 സോഴ്സ് കോഡും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സൂപ്പർസോണിക് വിമാനം അല്ലെങ്കിൽ Su-35 എന്ന് പറയുന്ന വിമാനം ഒക്കെ കൊടുക്കുമ്പോൾ ഏതാണ്ട് ലോകത്ത് ഇപ്പോൾ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന എല്ലാ വിമാനങ്ങളും ബോംബറുകളും പ്രതിരോധ സംവിധാനങ്ങളും ഒരുപക്ഷെ റഷ്യ വികസിപ്പിച്ചെടുത്ത എല്ലാം ഇന്ത്യക്ക് സോഴ്സ് കോഡ് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നു. ഇപ്പോഴത്തെ ഇന്ത്യ അതിനെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ സോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ള സംവിധാനം ഇന്ത്യയിൽ കിട്ടിയാൽ പണ്ടത്തെ ഇന്ത്യയല്ല, ഇന്ത്യൻ ടെക്നോളജി വെച്ചിട്ട് ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെയും അല്ലെങ്കിൽ വിദഗ്ധരെ ഉപയോഗിച്ച് അതിനെക്കാട്ടി വലിയ സംവിധാനം ഉരുത്തിരിക്കുന്നതിന് ഇന്ത്യക്ക് സാധിക്കും. ഒരുപക്ഷെ അങ്ങനെ ഉരുത്തിരിക്കട്ടെ, അത് വേണ്ടതാണ്. ഒരുപക്ഷെ നാളെ കാലത്ത് അത് റഷ്യക്കും കൂടി പ്രയോജനപ്പെടും എന്നുള്ള രീതിയിലേക്ക് ഒരു നീക്കമാണ് നടക്കുന്നത്.
ഞാൻ പറഞ്ഞു വന്നതുപോലെ ഇത് അമേരിക്കയ്ക്കും ഒരുപക്ഷെ ചൈനയ്ക്കും പാനിക്കാകുന്ന അല്ലെങ്കിൽ പനി പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഈ പറയുന്നത് പോലെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കം തന്നെയാണ്. എന്തായാലും ചൈനയെ ഒക്കെ മറികടന്ന് അമേരിക്കയുമായിട്ടുള്ള ബന്ധമില്ല. അമേരിക്ക എന്ന് പറയുന്നത് റഷ്യ എപ്പോഴും ഇല്ലായ്മ ചെയ്യാൻ നിൽക്കുന്നതായിരുന്നു. അപ്പം റഷ്യ ഇന്ത്യ ബന്ധം നാളെ കാലത്ത് റഷ്യയെ ഇല്ലാതാക്കാൻ നിൽക്കുന്ന അമേരിക്കയ്ക്ക് വലിയ ഒരു തലവേദന ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇന്ത്യയെ എപ്പോഴും പുറകോട്ടടിക്കാൻ ഏതവസരത്തിലും ആക്രമിക്കാൻ നിൽക്കുന്ന ചൈനയ്ക്കും ഇതൊരു വലിയ ത്രെട്ടാകും എന്ന് വേണം കരുതാൻ. അത്തരത്തിലുള്ള ഒരു നീക്കവുമായിട്ടാണ്, അത്തരത്തിലുള്ള ഒരു ഓഫറുമായിട്ടാണ്, അത്തരത്തിലുള്ള നിലപാടുകളുമായിട്ടാണ് റഷ്യ ഓരോ ദിവസവും പരസ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. യെസ്, എന്തായാലും ഇത്തരത്തിൽ റഷ്യ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ പാനിക് ആവുന്നത് അമേരിക്കയും ചൈനയുമാണെന്ന് വ്യക്തം. വീണ്ടും വീണ്ടും റഷ്യയുടെ അകമഴിഞ്ഞ പിന്തുണയും റഷ്യ S-400 ഉൾപ്പെടെ സോഴ്സ് കോഡ് അടക്കം ഇന്ത്യക്ക് പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യവും ഒക്കെ നമ്മൾ കണ്ടതാണ്. വീണ്ടും ആ പിന്തുണ റഷ്യ തുടർന്നു വരികയാണ് എന്ന് വേണം കരുതാൻ. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.